കേന്ദ്രത്തിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ, കേരളത്തെ അവഗണിക്കുന്ന കേന്ദ്രത്തിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സത്യാഗ്രഹ സമരത്തിന് അല്പസമയത്തിനകം തുടക്കമാകും. രക്തസാക്ഷി മണ്ഡപത്തിലാണ് പരിപാടി. മന്ത്രിമാരും ജനപ്രതിനിധികളും ഇടതുമുന്നണി പ്രതിനിധികളും വേദിയിലെത്തിയിട്ടുണ്ട്. റോഷിപാൽ ചേരുന്നു രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന്. റോഷി, ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള സമരം കടുപ്പിക്കാനാണ് സർക്കാർ പോകുന്നത്. നേരത്തെ ഡൽഹിയിൽ നമ്മൾ സമരം കണ്ടു. ഡൽഹിയിലെ സമരം വലിയ രീതിയിലാണ് സംഘടിപ്പിക്കപ്പെട്ടത്. ആം ആദ്മി പാർട്ടിയും ജമ്മു കാശ്മീരിൽ നിന്ന് നേതാക്കളും ഒക്കെ ആ പരിപാടിയിൽ പങ്കെടുത്തു. ഇപ്പോൾ കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി കേന്ദ്ര ബഡ്ജറ്റിനും സംസ്ഥാന ബഡ്ജറ്റിനും തൊട്ടു മുമ്പായിട്ടാണ് ഇപ്പോൾ ഈ സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കുന്നത്. ആരൊക്കെ എത്തിച്ചേർന്നിട്ടുള്ള മുഖ്യമന്ത്രി എത്താറായോ? എത്ര മണിക്കാണ് സമരം തുടങ്ങുക? അരുൺകുമാർ, നേരത്തെ ദില്ലിയിൽ നടത്തിയ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിന്റെ തുടർച്ചയായി തന്നെയാണ് പാളയത്ത് രക്തസാക്ഷി മണ്ഡപത്തിലും ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ സമരം നടക്കുന്നത്. കേന്ദ്രത്തിന്റെ ഈ അവഗണന, അത് നമുക്കറിയാം. നേരത്തെ തന്നെ ഈ പരാതി സംസ്ഥാനം ഉന്നയിച്ചതാണ്. തുടർച്ചയായി ഇത് ഉന്നയിക്കുമ്പോഴും നേരിട്ട് കണ്ട ധനമന്ത്രിയോട് കാര്യങ്ങൾ പറയുമ്പോഴും അതിന് ഒരു പരിഹാരവും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഇവിടെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ഒപ്പം മന്ത്രി സജി ചെറിയാൻ, LDF കൺവീനർ TP രാമകൃഷ്ണൻ, മന്ത്രി V ശിവൻകുട്ടി, V ബാലഗോപാൽ ഉൾപ്പെടെയുള്ള ധനമന്ത്രി ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. ഏതാണ്ട് മന്ത്രിമാരൊക്കെ എത്തുന്നു. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രിയും ഇവിടേക്ക് എത്തിച്ചേരും. ഈ പലവട്ടം പരാതികൾ ഉന്നയിച്ചതാണ്. നമുക്ക് നേതാക്കളുടെ പ്രതികരണം. വളരെ നേരത്തെ മുതൽ തന്നെ സമാന പരാതി ഉയർത്തുകയാണ്. കേന്ദ്രം തുടർച്ചയായി അവഗണിക്കുകയാണ്. പരാതി ഉന്നയിച്ചു, നേരിട്ട് ധനമന്ത്രി പറഞ്ഞിട്ട് പോലും ഒരു പരിഹാരവും ഉണ്ടാകുന്നില്ല. ആ ഘട്ടത്തിൽ തന്നെയാണ് സമരത്തിലേക്ക് കടക്കുന്നത്. അതെ, ഓരോ സന്ദർഭത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി എന്ന രീതിയിൽ ധനകാര്യ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ, ചില സന്ദർഭങ്ങളിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ പറയുന്ന ഓരോ പ്രശ്നത്തിൻ്റെയും ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഞങ്ങൾക്ക് തരേണ്ടുന്ന ന്യായമായ അവകാശം അത് ലഭിക്കണമെന്നും കടം വാങ്ങുന്നതിന് വേണ്ടിയുള്ള നിബന്ധനകൾ ഫലപ്രദമായ രീതിയിൽ മറ്റെല്ലാവർക്കും ബാധകമാകുന്നതുപോലെ കേരളത്തിനും ബാധകമാക്കണമെന്നും ഞങ്ങൾ പറഞ്ഞു. ഇങ്ങനെയുള്ള ഒരു കാര്യവും കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിക്കുന്നില്ല. സംസ്ഥാന ഗവൺമെൻറ്റുകളോട് പൊതുവേ ഒരു നിലപാടല്ല എടുക്കുന്നത്. അവർക്ക് താല്പര്യമുള്ള സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് വാരിക്കോരി കൊടുക്കുക. കേരളത്തിലാകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ് എന്നുള്ളതുകൊണ്ട് കേരളത്തിനുള്ള അതിൻ്റെ വളർച്ചയുടെയും വികാസത്തിൻ്റെയും ഭാഗമായിട്ട് ഉൾപ്പെടെ നമ്മുടെ അധികാരാവകാശങ്ങൾ ഇല്ലായ്മ ചെയ്യാം. പക്ഷപാതപരമായ നിലപാട് സ്വീകരിക്കുന്നു. അതിൽ ദില്ലിയിൽ ഒരു സമരം നടത്തുന്നു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ. പിന്നീട് നിയമ പോരാട്ടം നടക്കും. എന്നിട്ടും അതിന് പരിഹാരം കാണുന്നില്ല. ഇനിയും സമരരംഗത്ത് തന്നെ തുടരാനാണോ? വേറെ വഴിയില്ലല്ലോ നമ്മുടെ മുമ്പിൽ. ഒരു ജനാധിപത്യ സമൂഹം എന്ന രീതിയിൽ ഫലപ്രദമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് എടുക്കേണ്ടുന്ന നിലപാടിൽ വരുന്ന വീഴ്ച ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുക, കേന്ദ്ര ഗവൺമെൻറ്റിന് മുമ്പിൽ സമ്മർദ്ദം ചെലുത്തുക. ആ രീതിയിൽ ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തെയും പരിഗണിക്കണം, ഇന്ത്യൻ സംസ്ഥാനങ്ങളെന്ന രീതിയിൽ പരിഗണിക്കണം. അവർക്ക് താല്പര്യമുള്ള അവരുടെ ഭരണമുള്ള സംസ്ഥാനങ്ങളിൽ മാത്രം കോടാനുകോടി രൂപ വാരിക്കോരി കൊടുക്കുന്ന നിലയാണുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആകെ ഒരേ ഒരു ഗവൺമെൻറ് മാത്രമാണ് ഇന്ത്യയിൽ ഇടതുപക്ഷ ഗവൺമെൻറ്, ബദൽ ഗവൺമെൻറ് എന്ന രീതിയിലുള്ളത്. ആ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ സാമ്പത്തികമായി പ്രതിരോധം തീർക്കാമെന്നാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിലപാടിനെതിരായിട്ടാണ് യഥാർത്ഥത്തിൽ അതിശക്തിയായ സമരത്തിലേക്ക് പോകുന്നതിൻ്റെ മുന്നോടിയായി മുഖ്യമന്ത്രിയും മന്ത്രിസഭാ അംഗങ്ങളാകുകയും MLA-മാരും MP-മാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരെല്ലാം കൂടി ചേർന്ന് ഇന്ന് 12-ാം തീയതി ഈ രക്തസാക്ഷി മണ്ഡപത്തിന് മുമ്പിൽ ഇതുപോലെ ഈ സമരം മുന്നോട്ട് പോകുമ്പോൾ പ്രതിപക്ഷത്തെ കൂടെ സമരരംഗത്തേക്ക് ക്ഷണിക്കും. കാരണം കേരളത്തിൻ്റെ ഒരു ആവശ്യം എന്ന നിലയിൽ അല്ല, പ്രതിപക്ഷത്തിൻ്റെ നിലപാട് എല്ലാ സന്ദർഭത്തിലും ഇതിനെതിരാണ്. കേരളം കൂടുതൽ വിഷമിച്ചു പോകട്ടെ എന്നൊരു മാനസികാവസ്ഥയാണ് പ്രതിപക്ഷം കൈകാര്യം ചെയ്യുന്നത്. UDF അത് പച്ചയായിട്ട് പറയുകയാണ്, ഒരു വികസന പ്രവർത്തനത്തിന് അനുകൂലമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കില്ല എന്നവർ മുമ്പ് തന്നെ രാഷ്ട്രീയമായി തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാ വികസന പ്രവർത്തനങ്ങളെയും എതിർക്കുക എന്നുള്ളതാണ് ലോകത്ത് ഒരു പ്രതിപക്ഷം എടുത്ത നിലപാട് ഇവിടെ കേരളത്തിലെ പ്രതിപക്ഷം എടുത്തിട്ടുള്ളത്. ഈ പ്രതിപക്ഷ നിലപാട് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് അനുകൂലമായ നിലപാടാണ്. കേരളത്തെ അവഗണിക്കുമ്പോഴും കേരളത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപരോധത്തിൻ്റെ ഭാഗമാക്കി മാറ്റുമ്പോഴും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെല്ലാ സന്ദർഭത്തിലും നമുക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നതിന് പിന്തുണ നൽകുന്ന സ്ഥിതിയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനോടുള്ള വിരോധത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവരെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്. ഇതാണ് പ്രതിപക്ഷം എടുക്കുന്ന സമീപനം. അങ്ങനെ ഈ സമരത്തെക്കുറിച്ച് വ്യക്തമാക്കുകയാണ് മന്ത്രി സജി ചെറിയാൻ കൂടിയുണ്ട്. തുടർച്ചയായി സമരങ്ങളാണ്. മന്ത്രിമാർ തന്നെ സമരരംഗത്തേക്ക് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇറങ്ങുന്നത് അത് പതിവുള്ള സംഭവമല്ല. സാമ്പത്തിക പ്രശ്നത്തെ പറ്റിയാണ് മാഷ് പറഞ്ഞത്. നമ്മുടെ തനത് വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ സത്യത്തിൽ പിടിച്ചു നിൽക്കുന്നത്. പക്ഷേ ഓരോ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഇഷ്യൂസ് വളരെ ഗൗരവമാണ്. പാടക്കടൽ ഖനനം, മത്സ്യമേഖല ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞ്
നിലപാട് സ്വീകരിച്ചിട്ടും ആ ഖണ്ഡനവുമായി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ എടുക്കുന്ന സമീപനങ്ങൾ. അപ്പോൾ സാമ്പത്തിക പ്രശ്നം മാത്രമല്ല, കേരളത്തിലെ ഓരോ വകുപ്പിലും ഇടപെട്ട്, ഇപ്പോൾ സഹകരണ വകുപ്പ് ഓരോ വകുപ്പിലും ഇടപെട്ട് ഒരു ഫെഡറൽ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളെ ചോദ്യം ചെയ്യുകയാണ്. അതാണ് മറ്റൊരു പ്രധാന പ്രശ്നം. സാമ്പത്തികമായി തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ അതിജീവിക്കാൻ വേണ്ടി തനത് വരുമാനം വർദ്ധിപ്പിച്ച് നമ്മൾ സമീപനം സ്വീകരിക്കുന്നു, നമ്മൾ മുന്നോട്ട് പോകും, പെൻഷൻ കൊടുക്കും. പക്ഷേ അതുപോലെ അല്ല, അതിനേക്കാൾ പ്രാധാന്യമാണ് ഓരോ വകുപ്പിനെയും തകർക്കാൻ വേണ്ടിയുള്ള സമീപനം. അതിൻ്റെ ഭാഗമാണ് ഞാൻ പറഞ്ഞത് ആഴക്കടൽ മത്സ്യബന്ധനം ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിലെടുത്ത സമയം എന്താണ്? സാംസ്കാരിക മേഖലയുടെ ഇടപെടി. ഇന്ന് ജനാധിപത്യപരമായ ഒരു സാംസ്കാരിക പ്രവർത്തനം നടത്താനല്ല അവരാഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി വന്നപ്പോഴും ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ വാക്കുകളിലൂടെ വർഗീയത കേരളത്തിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. അല്ല, യഥാർത്ഥത്തിലൊരു സ്വതന്ത്രമായ സാംസ്കാരിക പ്രവർത്തനം, ഒരു പുരോഗമനപരമായ സാംസ്കാരിക പ്രവർത്തനത്തെ അവർ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഓരോ വകുപ്പിലും ഭരണപരമായി ചെയ്യേണ്ട കാര്യങ്ങളെ അതർ അധികാരത്തെ കവർന്നെടുക്കുന്ന സർക്കാരിന്റെ പ്രവർത്തനം അവതാളത്തിലാക്കി മുന്നേറ്റമുണ്ടാക്കുക എന്ന ലക്ഷ്യമാണ് BJP. അങ്ങനെയാണോ കരുതുന്നത്? അല്ല, അതൊരു ഭാഗത്ത് അവർ ചെയ്യുന്നു. കാരണം സാമ്പത്തികമായി തകർക്കുമ്പോൾ ഇവിടെ പെൻഷൻ കൊടുക്കാൻ ബുദ്ധിമുട്ട് വരും, ശമ്പളം കൊടുക്കാൻ ബുദ്ധിമുട്ട് വരും, ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും, വികസന പ്രവർത്തനങ്ങൾ തടസ്സം വരും. സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അവരാദ്യം നോക്കുന്ന സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ട് തിരിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ആ കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന് ഞങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനമായ കാര്യമാണ്. ഇതിലെല്ലാം പ്രതിപക്ഷത്തിന് സമീപനത്തെ UDF-ൻ്റെയും കോൺഗ്രസിൻ്റെ അവർ പൂർണ്ണമായി BJP-യുടെ നിലപാട് ശരിയാണെന്നുള്ള വാദത്തിനോടൊപ്പം നിൽക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ഡൽഹി സമരത്തിന് പോയി, ഇവിടെ സമരം ചെയ്തു. ഒരു സമീപനവും ഒരു സഹകരണവും അവരുണ്ടായിട്ടില്ല. നിയമസഭയിൽ തന്നെ ഈ സാമ്പത്തിക അടിച്ചമർത്തലിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് നിയമസഭയിൽ ഒരു പ്രമേയത്തിനോടൊപ്പം നിന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു പ്രക്ഷോഭത്തിലേക്കോ അല്ലെങ്കിൽ സ്വതന്ത്രമായ തനതായ സമരത്തിലേക്കോ അവർ വന്നിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളം ഇന്ന് വലിയൊരു പ്രതിസന്ധി നേരിടുകയാണ്. അത് രാഷ്ട്രീയമായ പ്രതിസന്ധി നേരിടുന്നത് ഈ പറഞ്ഞ ഫെഡറൽ സംവിധാനത്തിലെ അധികാരങ്ങൾ കവർന്നെടുക്കുന്ന പ്രതിസന്ധി, അതുപോലെ തന്നെ സാമ്പത്തികമായി തകർക്കുന്ന സമീപനം. ഈ രണ്ട് രീതിയിൽ കേരളം വെല്ലുവിളി നേരിടുന്നു. അതിനെതിരായിട്ടുള്ള ശക്തമായ സമരം, തുടർ സമരം ഉണ്ടാകും. അതിൻ്റെ തുടക്കമാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വം നടക്കുന്ന ഈ സമരം. അരുൺകുമാർ, ഇത് സമരത്തിന്റെ തുടക്കമാണ്. മുഖ്യമന്ത്രി ഏതാനും സമയങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരും. മന്ത്രിമാർ ഏതാണ്ട് എല്ലാവരും എത്തിക്കഴിഞ്ഞു. നേതാക്കളൊക്കെ എത്തിച്ചേർന്നു. ഓരോ മേഖലയിലും ഈ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന അവഗണന, സാമ്പത്തിക ഉപരോധത്തിനപ്പുറത്തേക്ക് ഓരോ വകുപ്പുകളോടും ഓരോ മേഖലയോടും സ്വീകരിക്കുന്ന ഈ സമീപനം, അത് വലിയ പ്രതിസന്ധി സംസ്ഥാനത്തുണ്ടാകും. ഓക്കെ, നമുക്ക് മുഖ്യമന്ത്രി എത്തുമ്പോഴേക്കും തിരികെ വരാം. മന്ത്രി P. രാജീവ് അടക്കമുള്ളവരുണ്ട്, K. രാജൻ മിനിസ്റ്ററുണ്ട്, മന്ത്രിമാരും നേതാക്കളും ഒക്കെ ഇപ്പോൾ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഒട്ടും പ്രോത്സാഹകമല്ലാത്ത, ഒരുപക്ഷെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്ന മാതിരിയുള്ള സാമ്പത്തിക നയത്തിനെതിരെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിരോധം. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കടമെടുപ്പ് പരിധിയുണ്ടല്ലോ, അത് വെട്ടിക്കുറച്ചതിലൂടെ 21,000 കോടി രൂപയാണ് നമുക്ക് ഇപ്പോൾ ഈ ബഡ്ജറ്റിന് മുൻപ്, ഈ മാർച്ച് മാസത്തിന് മുമ്പ് നമുക്ക് കിട്ടേണ്ടിയിരുന്നത് കേന്ദ്ര സർക്കാർ ഇല്ലാതാക്കിയത് തുടർച്ചയായിട്ട് വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, പല കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെയും ഗുണഫലം കേരളത്തിന് അനുഭവിക്കാൻ കഴിയുന്നില്ല. മുഖ്യമന്ത്രി പറഞ്ഞത് കേന്ദ്രം കേരളത്തിനുമേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. ഇത് തന്നെയായിരിക്കും ഇന്ന് മുഖ്യമന്ത്രി പറയുക. പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മുഖ്യമന്ത്രി പറയുമ്പോൾ കേൾക്കാം. അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രി സത്യാഗ്രഹ സമരവേദിയിലേക്ക് എത്തും. പ്രിയപ്പെട്ട പ്രേക്ഷകർ,